Hello everyone, Namaskaram. So welcome to our first video of Healthy Habits series. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഡ്രിങ്ക് വാട്ടർ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. രാവിലെ എണീറ്റ ആദ്യം തന്നെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ആസ് പെർ കുറേ സ്റ്റഡീസും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും വെച്ചിട്ട് രാവിലെ നമുക്ക് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം ഒരു 7 to 8 hours ഉറങ്ങി കഴിഞ്ഞിട്ടാണ് രാവിലെ എണീക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു 8 മണിക്കൂറും നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ, കാരണം വെള്ളം കുടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ആദ്യം തന്നെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി റീഹൈഡ്രേറ്റ് ആവുകയാണ്, നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടന്റ് കൂടുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസും റിമൂവ് ചെയ്യുവാണ്. അതായത് നമ്മൾ വെള്ളം കുടിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരെ പോകുന്നത് ടോയ്ലറ്റിലോട്ടായിരിക്കും. അതുവരെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ടോക്സിൻസും ഫ്ലഷ് ഔട്ട് ആവുകയാണ്. അപ്പോൾ ഈ ടോക്സിൻസ് എല്ലാം ഫ്ലഷ് ഔട്ട് ആവുന്നത് വരെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഡിസീസ് കോസിങ് ജേംസും ഫ്ലഷ് ഔട്ട് ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ അസുഖങ്ങളെല്ലാം തടയാനായിട്ട് സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. രാവിലെ എണീറ്റ് ആദ്യം തന്നെ വെള്ളം കുടിക്കുന്ന പ്രാക്ടീസിന് ആയുർവേദത്തിൽ ഉഷപാൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇത് ഇന്നോ ഇന്നലെയോ കണ്ടുപിടിച്ച ഒരു ഹെൽത്തി ഹാബിറ്റ് അല്ല, വർഷങ്ങൾക്ക് മുന്നേ തന്നെ കണ്ടുപിടിച്ചിട്ട് നല്ല ഗുണകരമായിട്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ആയുർവേദത്തിലൂടെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. പിന്നെ ആയുർവേദത്തിൽ എക്സ്ട്രാ ആയിട്ട് പറയുന്ന 2 കാര്യം എന്ന് വെച്ചാൽ, ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ കോപ്പറിൻ്റെ വെസലിന്നോ അല്ലെങ്കിൽ സിൽവറിൻ്റെ വെസലിന്നോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിൽ കോപ്പറോ സിൽവറിൻ്റെയോ ഒക്കെ ഗ്ലാസ് ഉണ്ടാകാനായിട്ട് ചാൻസ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ഉചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രാവിലെ എണീറ്റ് ധൃതി പിടിച്ച് നമ്മൾ ടോയ്ലറ്റിലോട്ട് പോകുന്ന വരെ വെള്ളം കുടിക്കാതെ നമ്മൾ ആ കട്ടിലയിൽ തന്നെ ഇരുന്ന് സമാധാനത്തോടെ സിപ്പ് ബൈ സിപ്പ് ആയിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് ആ വെള്ളം അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹെൽത്തി ഹാബിറ്റിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡെയിലി റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ തലേന്ന് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ കട്ടിലിൻ്റെ സൈഡിൽ തന്നെ വാട്ടർ ബോട്ടിൽ എടുത്ത് അത് ഫില്ല് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ പറ്റിയൊരു ഗ്ലാസും കൂടെ എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ ചാൻസസ് കൂടും, രാവിലെ എണീറ്റ് ആദ്യം തന്നെ വെള്ളം കുടിക്കാനുള്ള ആ ഒരു ചാൻസസ് കൂടും. അല്ലാതെ ഇപ്പോൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ എണീറ്റ് അടുക്കളയിൽ പോയി വെള്ളം കുടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് മടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കട്ടിലിൻ്റെ സൈഡിൽ ഒരു വാട്ടർ ബോട്ടിൽ നിറച്ച് വെള്ളം വെക്കാം, കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്ലാസും കൂടി വെക്കാം. അപ്പോൾ നമുക്ക് എന്തോരം വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടെന്ന് ആ ഒരു അളവ് മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഗ്ലാസ് വെക്കുമ്പോൾ അത്യാവശ്യം ഒരു ടോൾ ഗ്ലാസ് തന്നെ വെക്കാനായിട്ടും ശ്രമിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഡെയിലി റൂട്ടീനിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ് അല്ലേ ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും നാളെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നാളെ തന്നെ ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? ഇന്ന് കിടക്കുന്നതിന് മുന്നേ തന്നെ കട്ടിലിൻ്റെ സൈഡിൽ ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കുക, അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസും കൂടി എടുത്ത് വെക്കാം. അപ്പോൾ എൻ്റെ ഇവിടെ സ്ഥിരമുള്ള ഗ്ലാസ് ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് സ്ഥിരം. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും ഉണ്ട്, അതൊരു ചില്ലിൻ്റെ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് നാളുകൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഹെൽത്തി ഹാബിറ്റ് നമ്പർ 2 എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, ബൈ.